നമസ്കാരം. എക്സാം പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പാവങ്ങൾ എന്ന് പറഞ്ഞ കൃതിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എഴുതിയിരിക്കുന്നത് വിക്ടർ ഹ്യൂഗോയാണ്. വിക്ടർ ഹ്യൂഗോൻ്റെ ഈ കൃതി മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചില കാര്യങ്ങൾ സാറ് പറയുകയാണ്. നമ്മൾ ഈ പാഠഭാഗത്തിലെ നോട്ടുകളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിനെ അധികരിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാം പോയിന്റിൻ്റെ ഗൈഡ് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. പഴയ ചോദ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ എക്സാം പോയിന്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിൻ്റെ പേര് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പാവങ്ങൾ. പാവങ്ങൾ എന്ന് പറഞ്ഞ കൃതി ഒരു തർജ്ജിമയാണ്, വിവർത്തനമാണ്, ട്രാൻസ്ലേഷനാണ്. വിക്ടർ ഹ്യൂഗോ എഴുതിയ ഈ കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ നാലപ്പാട്ട് നാരായണ മേനോൻ. പാഠത്തിലേക്ക് കടക്കാം നമുക്ക്. റെഡി? പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള ശ്രീ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ കൃതിയുടെ പേര് പാവങ്ങൾ എന്നാണ്. നാലപ്പാട്ട് നാരായണ മേനോനാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ആരായിരുന്നു വിക്ടർ ഹ്യൂഗോ? 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഫ്രഞ്ച് കൃതികളായിരുന്നു അദ്ദേഹം കൂടുതൽ രചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രാൻസിൽ മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹം തൻ്റെ പ്രശസ്തി കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കൃതിയുടെ സൗകുമാര്യം കൊണ്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. കേവലം ഒരു നോവലിസ്റ്റ് എന്ന് മാത്രം അദ്ദേഹത്തെ നമുക്ക് വിളിക്കാനായിട്ട് കഴിയില്ല. മികച്ച ഒരു കവിയും നാടകകൃത്തും മനുഷ്യാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ ഫ്രാൻസിലെ റൊമാൻറ്റിസിസത്തിൻ്റെ പ്രായോക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. 1802 ഫെബ്രുവരി 26 ഫ്രാൻസിലെ ബെസാൻസോണിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. തൻ്റെ 21-ാമത്തെ വയസ്സിൽ 1823 അദ്ദേഹം തൻ്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിച്ചു. ആ കൃതിയുടെ പേര് ഹാൻഡി ഐലൻഡ് എന്നായിരുന്നു. ഹാൻഡി ഐലൻഡ് കൂടാതെ ദ റെയിൻ, പാവപ്പെട്ട ആളുകൾ, കടലിലെ ടോയ്ലേറ്റ്സ്, ചിരിക്കുന്ന മനുഷ്യൻ തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിരുന്നു. ഫ്രഞ്ച് കറൻസിയിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് എത്രത്തോളം ഫ്രാൻസുകാർ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുമാത്രമല്ല, വിയറ്റ്നാമിൽ സ്ഥാപിതമായ ഒരു പുതിയ മതമായ കാവോ എന്ന് പറഞ്ഞ് വിയറ്റ്നാമീസ് മതത്തിൽ അവർ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി ആരാധിച്ചിരുന്നു. ബുധൻ ഗ്രഹത്തിലെ ഒരു ഗർത്തത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആളുകൾ കൊടുത്തത്. 1855 മെയ് 22 80-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഏകദേശം 2 ദശലക്ഷം അധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളാണ് പാരീസിലെ പന്തിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിനായിട്ട് പങ്കെടുത്തത്. അത്രത്തോളം ലോകം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ശ്രീ വിക്ടർ ഹ്യൂഗോ. നാലപ്പാട്ട് നാരായണ മേനോൻ വള്ളത്തോൾ പാരമ്പര്യത്തിൽപ്പെട്ട കവിയിൽ നിന്ന് ദാർശനിക കവിയും പിന്നീട് തത്വചിന്തകനാവുകയും വിലാപ കാവ്യകാരനാവുകയും ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീ നാലപ്പാട്ട് നാരായണ മേനോൻ. ഒരുപാട് കൃതികളൊന്നും അദ്ദേഹം മലയാളത്തിൽ രചിച്ചിട്ടില്ല. പക്ഷേ എഴുതിയതെല്ലാം തന്നെ മണിമുത്തുകളായിരുന്നു. മലയാളിയുടെ ഭാവുകത്വത്തിന് ഒരു വികാസം പകർന്ന എഴുത്തുകാരൻ കൂടിയായിരുന്നു ശ്രീ നാലപ്പാട്ട് നാരായണ മേനോൻ. 1887 ഒക്ടോബർ 7 മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വന്നേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയ ഒരു കൃതി എന്ന് പറയുന്നത് കണ്ണുനീർ തുള്ളിയാണ്. അതുമാത്രമല്ല, വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസറബിൾസ് അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു, പാവങ്ങൾ എന്നുള്ള പേരിൽ. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിനും വളർച്ചയ്ക്കും മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഒരു മാറ്റത്തിനും തുടക്കം കുറിച്ച ഒരു കൃതി എന്നോളം പ്രശസ്തമാണ്. മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു പാവങ്ങൾ എന്ന് പറഞ്ഞ കൃതി. അദ്ദേഹത്തിൻ്റെ അനന്തരവളായിരുന്നു പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരി ശ്രീ ബാലാമണിയമ്മ. 1954 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചത്. ചക്രവാളം, പുളകാങ്കുരം, കണ്ണുനീർത്തുള്ളി, ആർഷജ്ഞാനം, പൗരസ്ത്യദീപം, പാവങ്ങളുടെ വിവർത്തനം തുടങ്ങിയ ഒട്ടനവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള ശ്രീ വിക്ടർ ഹ്യൂഗോ രചിച്ച ഫ്രഞ്ച് ചരിത്ര കഥാഖ്യാനമാണ് പാവങ്ങൾ. 1862 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നോവലായിട്ട് ഈ കൃതിയെ കണക്കാക്കുന്നുണ്ട്. പാശ്ചാത്യ നോവലുകളുടെ അമ്മ എന്നും ഈ കൃതിയെ വിളിക്കുന്നു. ദ റിച്ച്,
ദ മിസറബിൾ വൺസ്, ദ പുവർ വൺസ് എന്നിങ്ങനെയുള്ള പേരിൽ അത് പല രീതിയിൽ പല ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ അത് വിവർത്തനം ചെയ്തപ്പോൾ പേര് പാവങ്ങൾ എന്നായിരുന്നു. 1815 ആരംഭിച്ച് 1832 ജൂൺ വിപ്ലവത്തിൽ അവസാനിക്കുന്ന ഒരു നോവലാണ് ലെസ് മിസറബിൾസ്. റാങ് വാൽ റാങ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. റാങ് വാൽ റാങ് എന്ന കുറ്റവാളിയുടെ ജീവിത സമരത്തെയും മാനസാന്തരത്തെയും കുറിക്കുന്ന ഈ കൃതി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ്. വളരെ രസകരമായിട്ട് തന്നെയാണ് വിക്ടർ ഹ്യൂഗോ ഈ കൃതി എഴുതിയിട്ടുള്ളത്. റാങ് വാൽ റാങ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ദരിദ്രനായിട്ടുള്ള ഒരു മരം വെട്ടുകാരനായിരുന്നു റാങ് വാൽ റാങ്. ഫ്രാൻസിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. വിധവയായിട്ടുള്ള സഹോദരിയും അതുപോലെ തന്നെ 7 വിധവയായിട്ടുള്ള സഹോദരിയുടെ 7 മക്കളുമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഒരു മഴക്കാലത്ത് തൊഴിലില്ലാതെ മുഴുപട്ടിണിയിൽ കിടന്ന് കുട്ടികൾ കരയുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ അയാൾ കടയിൽ കയറി റൊട്ടി മോഷ്ടിക്കുകയാണ്. മാപ്പ് അർഹിക്കാത്തൊരു തെറ്റൊന്നുമായിരുന്നില്ല അത്. പക്ഷേ അദ്ദേഹത്തിന് 5 വർഷമാണ് ജയിൽ ശിക്ഷ കിട്ടിയത്. കുട്ടികളെ കാണാനുള്ള ഒരു തിടുക്കം കൊണ്ട് 3 വട്ടം അയാൾ ജയിൽ ചാടുന്നു. അങ്ങനെ 14 വർഷം കൂടി ജയിൽ ശിക്ഷ കൂടുന്നു. അങ്ങനെ 14ഉം 5ഉം 19 വർഷം അയാൾ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്നു വന്ന അയാൾ പിന്നീട് പല സ്ഥലങ്ങളിൽ ഡി എന്ന് പറഞ്ഞ പട്ടണത്തിലാണ്, പാരീസിലെ ഡി പട്ടണത്തിൽ അദ്ദേഹം എത്തുന്നു. ഒരാൾ പോലും അദ്ദേഹത്തിനെ സഹായിക്കുന്നില്ല. ആ തണുത്തുള്ള സമയത്ത് വല്ലാതെ വിശപ്പും ദാഹവും കൊണ്ട് അയാൾ വലയുകയാണ്. അന്നത്തെ ഒരു രീതി അനുസരിച്ച് ഫ്രാൻസിലെ കുറ്റവാളികളുടെ കഴുത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ID കാർഡ് കൊടുക്കുമായിരുന്നു. മഞ്ഞ നിറത്തിലുള്ളൊരു കാർഡാണ് കൊടുത്തിരുന്നത്. അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു ജീൻ വാൽ ജീൻ, 19 വർഷം ജയിലിൽ കിടന്ന കൊടും കുറ്റവാളി. അത് കണ്ടാൽ ആരാണ് അദ്ദേഹത്തെ സഹായിക്കുക? അങ്ങനെ ഗതികേട് കൊണ്ട് വലഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ഒരു വൃദ്ധയായിട്ടുള്ള വ്യക്തിയായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു അയാളോട് പറയുന്നത്, ഇവിടെ ഒരു അടുത്ത് തന്നെ ഡി പട്ടണത്തിൽ ഒരു മെത്രാനുണ്ട്, അദ്ദേഹത്തെ പോയി കാണുക, അദ്ദേഹം നിന്നെ സഹായിക്കും. അതിനുശേഷം ആ ഒട്ടും മടിക്കാതെ തന്നെ ആ തണുപ്പത്ത് വേഗം തന്നെ ഒരു കള്ളനെ പോലെ റാങ് വാൽ റാങ് മെത്രാനെ അന്വേഷിച്ച് ആ ഒരു അന്തപുരത്തിലെത്തുന്നു, ആ ഒരു അരമനയിലെത്തുന്നു. അതിനുശേഷമുള്ളൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2 ചെന്നിക്കുമുള്ള രക്തനാടികൾ കൊല്ലൻ്റെ 2 കൂടങ്ങൾ പോലെ ആഞ്ഞടിക്കുന്നത് അയാൾ കേട്ടു. അയാളുടെ ഉള്ളിൽ ആ പേടിയാണ് കാണിക്കുന്നത്. 2 ചെന്നി, അതായത് തലയിൽ ഇരുവശമുള്ള ഈ രക്തനാടികൾ കൊല്ലൻ്റെ കൂടം ആഞ്ഞടിക്കുന്നത് പോലെ ശക്തിയായിട്ട് ഇങ്ങനെ കിടന്ന് അടിക്കാൻ തുടങ്ങി. ഉള്ളിൽ ആ ഭയമാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. ഒരു ഗുഹയിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിൻ്റെ ഇരമ്പച്ചയോടുകൂടി അയാളുടെ മാറിടത്തിൽ നിന്ന് ശ്വാസാവേഗം തള്ളി വന്നു. ഭയങ്കര ടെൻഷൻ കൂടിയിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കൂടി വരികയാണ്. ചങ്ക് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചുണ്ടി പിടിച്ച തിരികുറ്റിയുടെ ഭയങ്കരമായ ഗർജനഘോഷം ഒരു ഭൂകമ്പത്തിൻ്റെ കുലുക്കം പോലെ ആ വീട്ടിലുള്ളവരെയെല്ലാം ഉണർത്തി ലഹള കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി. ആ തിരികുറ്റിയുടെ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ കാറ്റത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി വന്ന് ഇവിടെ ഉള്ളവരെ മുഴുവൻ എഴുന്നേൽപ്പിക്കുമോ, താൻ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ അയാളെ പിന്നെയും അലട്ടാനായിട്ട് തുടങ്ങി. അയാൾ ഉന്തിയ വാതിൽ വരാൻ പോകുന്ന അപകടമറിഞ്ഞ് കൂക്കുവിളി കൂട്ടി. ആ വയസ്സൻ ഇപ്പോൾ കടന്നെഴുന്നേൽക്കും. ആരാണ് വയസ്സൻ? വയസ്സൻ എന്ന് പറഞ്ഞാൽ മെത്രാനാണ്. മോൺസിനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ 2 വൃദ്ധ സ്ത്രീകളും ഉറക്കെ നിലവിളിക്കാം. ആ മെത്രാനെ കൂടാതെ 2 പേർ കൂടി ആ വീട്ടിൽ താമസമുണ്ടായിരുന്നു. ഒന്ന് മദാം മാഗ്ലെയർ എന്ന് പറഞ്ഞ മെത്രാന്റെ പരിചാരിക. അതുമാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സഹോദരിയും ആ വീട്ടിലുണ്ടായിരുന്നു. ആ 3 പേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് ആ മനുഷ്യൻ വളരെയധികം പേടിച്ചു. ആളുകളെല്ലാം സഹായത്തിന് ഓടിയെത്തും. 1/4 മണിക്കൂർ കൊണ്ട് പട്ടണം മുഴുവനും ഇളകി മറിഞ്ഞ് ലഹളയായി പോലീസുകാർ ചാടി വീഴും. 2 നിമിഷത്തേക്ക് അയാൾ തൻ്റെ കാര്യം പോയി എന്ന് തീർച്ചപ്പെടുത്തി. ഈ വാതിലിൻ്റെ ഈ തിരികുറ്റിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഈ 3 പേരും എഴുന്നേൽക്കും. പിന്നീട് ആളുകൾ എല്ലാവരും ഓടിക്കൂടും, പോലീസുകാരെത്തും. പിന്നെ തൻ്റെ അവസ്ഥ വളരെ ഭീകരമായിരിക്കുമെന്ന് റാങ് വാൽ റാങ് ചിന്തിക്കുകയാണ്. ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നയിടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു. ഇത് ഭംഗിയായിട്ടുള്ളൊരു ഉപമയാണെന്ന് നോക്കിയേ. ഉപ്പുകൊണ്ടുള്ള പ്രതിമ പോലെ. ഉപ്പിൻ്റെ അവസ്ഥ എന്താണ്? കുറച്ച് കഴിഞ്ഞിങ്ങനെ അലിയാനായിട്ട് തുടങ്ങും. അതുപോലെ വിയർത്തൊലിച്ച് വിയർപ്പിൽ കുളിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. ഒന്ന് അനങ്ങുവാൻ പോലും അയാൾക്ക് ധൈര്യമുണ്ടായില്ല. അനവധി നിമിഷങ്ങൾ കഴിഞ്ഞു. വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അയാൾ പതുക്കെ അങ്ങേ മുറിയിലേക്ക് പതുങ്ങി കടക്കുവാൻ നോക്കി. അവിടെ ഒരനക്കവുമില്ല. അയാൾ ചെവിയോർത്തു. ആ വീട്ടിലെങ്ങും ഒരനക്കത്തിൻ്റെ വട്ടമില്ല.
ആ മണ്ണു പിടിച്ച തിരികുറ്റി ഉണ്ടാക്കി തീർത്ത ഒച്ചപ്പാട് ഒരു മനുഷ്യനെയും ഉണർത്തിയിട്ടില്ല. കുറേ നേരം അയാൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. പക്ഷേ ഇത്രയും ഒച്ചയുണ്ടായിട്ടും ആരും എഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് അയാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ റാങ്വാൽറാങ്ങിനെ സംബന്ധിച്ച് ആശ്വാസമുണർത്തുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. ഏതായാലും അയാൾ പിന്നോക്കം വച്ചില്ല. തൻ്റെ കാര്യം പോയി എന്ന് തോന്നിയിരുന്നപ്പോൾ കൂടി അയാൾ പിന്നോക്കം വയ്ക്കുകയുണ്ടായില്ല. അയാളുടെ അപ്പോഴത്തെ ആലോചന കഴിയുന്നതും വേഗത്തിൽ കാര്യം കഴിച്ചു കൂട്ടണമെന്ന് മാത്രമായിരുന്നു. അയാൾ ഒരടി മുന്നോട്ട് വെച്ച് മുറിക്കകത്തേക്ക് കടന്നു. കാര്യം ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട്. പക്ഷേ പിന്നോട്ട് വയ്ക്കാനായിട്ട് അയാളുടെ മനസ്സ് പറഞ്ഞില്ല. മുന്നോട്ട് തന്നെ പോകണം. താൻ എന്താണെങ്കിലും ഈ ഒരു ഉദ്യമത്തിന് തീരുമാനമെടുത്തു. അത് അങ്ങനെ തന്നെ പോട്ടെ, അത് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി വരും വരായിക എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് അയാൾ തൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അയാൾ ഒരടി മുന്നോട്ട് വെച്ച് മുറിക്കകത്തേക്ക് കടന്നു. ക്ഷണത്തിൽ കട്ടിൽ പിന്നിട്ട് മെത്രാന്റെ നേരെ നോക്കാതെ ചുമർക്കൂടിൻ്റെ അടുക്കലേക്ക്, അത് കട്ടിലിൻ്റെ തലയ്ക്കൽ ഭാഗത്തായി കണ്ടു, അയാൾ പാഞ്ഞു. പൂട്ടു തകർക്കുന്നതിനെന്ന പോലെ തൻ്റെ ഇരുമ്പ് വിളക്കുകാൽ പൊക്കി. താക്കോൽ അതിലുണ്ടായിരുന്നു. അയാൾ അത് തുറന്നു. ഒന്നാമതായി കണ്ണു ചെന്നത് വെള്ളി സാമാനങ്ങളുള്ള കൊട്ടമേലാണ്. അയാൾ അതെടുത്ത് നീണ്ട കാൽവയ്പ്പുകളോടുകൂടി യാതൊരു മുൻകരുതലുമില്ലാതെ താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒച്ചയെപ്പറ്റി ലേശമെങ്കിലും ആലോചിച്ച് ബുദ്ധിമുണ്ടാക്കാതെ ആ മുറിയുടെ അപ്പുറത്തേക്ക് കടന്നു. ഈശ്വര വന്ദന മുറിയിലെത്തി ജനാല തുറന്നു. ആ പൊന്തൻ വടിയെടുത്തു. നിലത്തുള്ള ജനാല കട്ടിളപ്പടി കവച്ചു കടന്നു. വെള്ളി സാമാനം പട്ടാള മാറാപ്പിലിട്ടു. കൊട്ട വലിച്ചെറിഞ്ഞു. തോട്ടം പിന്നിട്ടു. നരിയെപ്പോലെ മതിൽ ചാടിക്കിടന്ന് ഒരു പാച്ചിൽ കൊടുത്തു. മെത്രാന്റെ മുറിയിലുള്ള വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? റാങ്വാൽറാങ്ങിനുണ്ടായിരുന്നത്. അയാൾ ശബ്ദം അല്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അയാൾ പകച്ചില്ല. അല്പം ശബ്ദം ഉണ്ടായാലും കുഴപ്പമില്ല, താൻ തൻ്റെ ലക്ഷ്യം നിറവേറ്റിയിരിക്കുമെന്നുള്ള ചിന്തയോടുകൂടി അയാൾ പയ്യെ ചുമർക്കൂടിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഈശ്വര വന്ദന മുറിയിലെത്തി പൂട്ടുകൊണ്ട് താക്കോലിട്ട് അത് തുറന്നുകൊണ്ട് അയാൾ തൻ്റെ സാധനങ്ങൾ, അതായത് വെള്ളി സാമാനങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് ഒരു നരിയെപ്പോലെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയാണ്. തനിക്ക് ഒരു കുറ്റബോധവും ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാതെയായിരുന്നു ആ മനുഷ്യൻ ആ സമയത്ത് മോഷണ ശ്രമം നടത്തിയത്. മെത്രാൻ സഹായിച്ചൊരു വ്യക്തിയാണെന്നറിയാം. പക്ഷേ എന്നിട്ട് പോലും അതെല്ലാം മറന്നുകൊണ്ട് പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് കയ്യിൽ കിട്ടിയ വെള്ളി സാമാനങ്ങളും തൻ്റെ മാറാപ്പിലാക്കിക്കൊണ്ട് റാങ്വാൽറാങ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പിറ്റേ ദിവസം മോൺസിനിയർ, അതായത് മെത്രാന്റെ പേരാണ് മോൺസിനിയർ ബിയാങ്വെന്യോ. ഇങ്ങനെ തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് വളരെ പേടിയോടുകൂടി പരിചാരിക മദാം മാഗ്ലോർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ്. മോൺസിനിയർ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വെള്ളി സാമാനങ്ങൾ വയ്ക്കുന്ന കൊട്ട എവിടെയാണെന്ന് അങ്ങേക്കറിയാമോ? ഉവ്, മെത്രാൻ മറുപടി പറഞ്ഞു. യേശുക്രിസ്തു, അവിടുത്തെ കൃപ. അവൾ തുടർന്നു പറഞ്ഞു. അതെന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പൂച്ചട്ടിയിൽ നിന്ന് മെത്രാൻ അപ്പോൾ തന്നെയാണ് അത് കണ്ടെടുത്തത്. അതിന് അദ്ദേഹം മദാം മാഗ്ലോർക്ക് സമ്മാനിച്ചു. അതിതാ. അത് ഉവ്, അവൾ പറഞ്ഞു. ഉള്ളിലൊന്നുമില്ല, വെള്ളി സാമാനം. ഹോ, മെത്രാൻ മറുപടി പറഞ്ഞു. അപ്പോൾ വെള്ളി സാമാനമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അതെവിടെയാണെന്ന്. ഭഗവാനെ, എൻ്റെ ഈശ്വര, അത് കട്ടുപോയി. ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കട്ടു. മദാം മാഗ്ലെയർ മോൺസിന്യോറിനോട് പറയുകയാണ്, താൻ അവിടെ കൊട്ടയിൽ എല്ലായിടത്തും തന്നെ വെള്ളി സാമാനങ്ങൾ പരുതി, എങ്ങും അത് കിട്ടാനില്ല. ആ താക്കോല് പോലും കാണാനില്ല. പെട്ടെന്ന് അവിടെ കിടന്ന ഒരു പൂച്ചട്ടിയിൽ നിന്ന് മെത്രാൻ താക്കോലെടുത്ത് മദാം മാഗ്ലെയർക്ക് കൊടുത്തു. മദാം മാഗ്ലോർ പറയാണ്, താക്കോല് കിട്ടി, പക്ഷേ അതിനകത്തുള്ള സാധനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് മോൺസിനിയർ പറയുന്നുണ്ട്, ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടി മദാം മാഗ്ലോർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വര വന്ദന മുറിയിലേക്ക് പാഞ്ഞു. ക്ഷണത്തിൽ ഉള്ളറയിൽ പോയി മെത്രാന്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചെത്തി. മെത്രാൻ ആ സമയത്ത് കുനിഞ്ഞു നിന്ന് കൊട്ട തടത്തിൽ വീണതുകൊണ്ട് കേടുവന്ന ഒരു പൂച്ചെടിയെ സൂക്ഷിച്ചു നോക്കി വ്യസനിക്കുകയായിരുന്നു. മദാം മാഗ്ലെയറുടെ നിലവിളി കേട്ട് അദ്ദേഹം നിവർന്നു. മോൺസിനിയർ, ആ മനുഷ്യൻ ചാടി വെള്ളി സാമാനം കട്ടു. മദാം മാഗ്ലെയർ മോൺസിനിയറോട് പറയാണ്, ഇന്നലെ വന്ന ആ ഒരു വ്യക്തി, അവർ നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ കട്ടുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഇവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ താക്കോൽ നമുക്ക് കാണാൻ കഴിയാതിരുന്നതും അതുപോലെ പൂച്ചട്ടിയെല്ലാം പൊട്ടിപ്പോയതും.
ഇത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതോടുകൂടി അവളുടെ നോട്ടം തോട്ടത്തിൻ്റെ ഇരുമൂലയിലേക്ക് ചെന്നു. മതിൽ ചാടിക്കടന്നതിൻ്റെ അടയാളം അവിടെ കാണാമായിരുന്നു. മതിലിൻ്റെ മുകളിലത്തെ കമിഴ്ത്തുകല്ല് പൊളിഞ്ഞിട്ടുണ്ട്. നിൽക്കൂ, അതാ അവൻ പോയിട്ടുള്ള വഴി. അവൻ അതിലെ കോഷഫിലെ ഇടവഴിയിലേക്ക് എടുത്തു ചാടി. ഹാ, എന്തൊരു ഗ്രഹപ്പിഴ! അവർ നമ്മുടെ വെള്ളി സാമാനം കട്ടു. വീണ്ടും 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 അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് വെള്ളി സാമാനം കട്ടു എന്ന്? തലേ ദിവസം വന്ന ആ വ്യക്തി റാങ് വാൽ റാങ്. ഒന്നും പറയുന്നില്ല മെത്രാൻ. പക്ഷേ മദാം മാഗ്ലോർ പരിഭ്രമത്തോടു കൂടി ഇത് തന്നെ പിന്നെയും പറയുകയാണ്. അതാണ് പറയുന്നത്, എന്തൊരു ഗ്രഹപ്പിഴ, എന്തൊരു കഷ്ടകാലമാണിത്. എന്തിനാണ് ഇങ്ങനെ അയാളെയൊക്കെ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നതും അഭയം കൊടുക്കുന്നതും എന്നുള്ളൊരു പരാതി കൂടി മദാം മാഗ്ലോറുടെ മനസ്സിലുണ്ടായിരുന്നു. മെത്രാൻ ഒരു നിമിഷ നേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു. തൻ്റെ സഗൗരവമായ ദൃഷ്ടിയെ അദ്ദേഹം മേൽപോട്ട് ഉയർത്തി. അതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു മെത്രാൻ. അദ്ദേഹം പയ്യെ തൻ്റെ മുഖം പയ്യെ ഗൗരവത്തോടു കൂടി തൻ്റെ മുഖം ഒന്ന് പയ്യെ ഉയർത്തി. സൗമ്യ സ്വരത്തിൽ മദാം മാഗ്ലോറോട് പറഞ്ഞു, അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടേതായിരുന്നോ? മദാം മാഗ്ലോർ മിണ്ടാതെയായി. പിന്നെയും കുറച്ചിട നേരം ആരും ശബ്ദിച്ചില്ല. പിന്നീട് മെത്രാൻ തുടർന്നു പറഞ്ഞു, മദാം മാഗ്ലോർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത് പാവങ്ങളുടേതാണ്. ആ വന്ന മനുഷ്യൻ ആരായിരുന്നു? കാഴ്ചയിൽ തന്നെ ഒരു പാവം. ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ, എന്ത് രസമായിട്ടാണ് ആ ഒരു വ്യക്തിയുടെ ഒരു ചിത്രീകരണം. മെത്രാൻ എന്ന് പറഞ്ഞ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു അദ്ദേഹം. തൻ്റെ അരമനയിൽ നിന്നാണ് ഒരു കള്ളൻ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയത്. പക്ഷെ അതിനകത്ത് ഒരു സങ്കടവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പരിചാരികയോട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ആ വെള്ളി സാമാനം പാവങ്ങളുടേതാണ്, എൻ്റെ അല്ലാതെ. ഞാനത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനാണ്. അത് അയാൾ നോക്കുക, അയാളൊരു പാവമാണ്, അയാൾക്ക് അർഹതപ്പെട്ടതായിരുന്നു അത് അയാൾ കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു മനസ്സായിരുന്നു മെത്രാനുണ്ടായിരുന്നത്. വിശാലമായ എല്ലാവർക്കും മാപ്പ് നൽകാനായിട്ടുള്ള കരുത്തുള്ള അത്രയും നല്ല മനസ്സിനൊരു ഉടമയായിരുന്നു മെത്രാനായിട്ടുള്ള മോൺസിനിയർ. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി റാങ് വാൽ റാങ് ഭക്ഷണം കഴിച്ചത് എവിടെ വെച്ചോ ആ മേശപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കുകയായി. അങ്ങനെ പ്രാതൽ കഴിക്കുന്നതിനിടയ്ക്ക് മോൺസിനിയർ വെൽക്കം അവിടെ മിണ്ടാതിരിക്കുന്ന തൻ്റെ സഹോദരിയോടും പുറത്തേക്ക് ശബ്ദം കേൾക്കാതെ എന്തോ പിറുപിറുക്കുന്ന മദാം മാഗ്ലോറോടുമായി ആഹ്ലാദപൂർവ്വം അഭിപ്രായപ്പെട്ടു. ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്തു മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട്, പ്രഭാത ഭക്ഷണത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേടെന്താണ്? പ്രാതൽ എന്നാണ്. പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സഹോദരിയും അടുത്ത് തന്നെയുണ്ട്. ആ സമയത്ത് മദാം മാഗ്ലോർ ഈ പരാതിപ്പെട്ടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വളരെ സൗമ്യനായിട്ട് തന്നെയാണ് മെത്രാൻ പ്രതികരിച്ചത്. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്തു മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല. എല്ലാം മോഷണം പോയി, എന്നാലും യാതൊരു കുഴപ്പവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ലളിതമായിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വരികളിൽ തെളിയുന്നത്. മനസ്സിലായോ? നമുക്ക് സാധാരണ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ നിത്യച്ചെലവിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ആ വെള്ളി സാമാനങ്ങളെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് പോകണമെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അർഹിച്ചവൻ അത് എടുത്തു എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? മോൺസിനിയറിനുണ്ടായിരുന്നത്. അതേ രീതിയിൽ മോൺസിനിയറിൻ്റെയൊക്കെ ഒരു ചിന്തയാണ് ശരിക്കും നമുക്കും വേണ്ടത്, അല്ലേ? അത്രയും കാര്യങ്ങളെ ലളിതമായി കാണാനും വിശാലമായ മനസ്സോടുകൂടി പ്രതികരിക്കാനുമുള്ളൊരു മനസ്സാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലളിതമായിട്ട് എല്ലാവരെയും തുല്യരായിട്ട് കാണാനും മറ്റുള്ളവനെ സഹായിക്കാനും വിശാല മനസ്സോടുകൂടി തന്നെ, അല്ലെങ്കിൽ ആളുകളെ നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാനുള്ളൊരു മനസ്ഥിതിയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. മെത്രാൻ വളരെ ലളിതമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ സൗമ്യഭാവത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ആ സമയത്തും പരിചാരികയായിട്ടുള്ള മദാം മാഗ്ലോർ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. മെത്രാന് മറുപടിയായിട്ട് അവർ പറയുന്നുണ്ട്, ഒരു നല്ല വിചാരം തന്നെ. വാസ്തവം പോകുന്നതിനും വരുന്നതിനും ഇടയ്ക്ക് മദാം മാഗ്ലോർ തന്നോട് തന്നെ പറഞ്ഞു, ആ നിലയ്ക്കുള്ള ഒരുത്തനെ അകത്ത് കടത്തുക എന്നല്ല, അവനവൻ കിടക്കുന്നതിന് അടുത്ത് കിടത്തുകയും. ആ മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. എൻ്റെ ഭഗവാനെ, അത് വിചാരിക്കുമ്പോൾ എനിക്ക് തടി വിറയ്ക്കുന്നു. പിന്നെയും പറയുകയാണ്, പരിചയമില്ലാത്ത ഒരാളാണ്, അയാൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു, അയാൾ കുറ്റവാളിയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഭക്ഷണം കൊടുത്തു, അതുപോലെ തൻ്റെ അരമനയിൽ തന്നെ കിടത്തി ഉറക്കുകയും ചെയ്തു. വേറൊന്നും വരാതിരുന്നത് ദൈവകൃപ എന്ന് മദാം മാഗ്ലോർ പറയുകയാണ്. എനിക്കിപ്പോഴും ഇതൊക്കെ ഓർത്തിട്ട് ആകെ വിറച്ച് കയറുകയാണ്. പേടിച്ചിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് മദാം മാഗ്ലോർ പറയുന്നത്. ആ സഹോദരന്മാർ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അകത്തേക്ക് വരൂ, മെത്രാൻ പറഞ്ഞു.
പെട്ടെന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തൊരു മുട്ട് കേൾക്കുന്നത്. എന്താണെന്ന് അറിയാനായിട്ട് അവർ അല്ലെങ്കിൽ അകത്തേക്ക് വരൂ എന്ന് മെത്രാൻ ഈ മുട്ടിയവരോട് പറയുകയാണ്. വാതിൽ തുറന്നു. അസാധാരണവും സംഭ്രാന്തവുമായ ഒരു ചെറിയ ആൾക്കൂട്ടം ഉമ്മറത്തെത്തി. 3 പേർ കൂടി 4മതൊരാളുടെ കഴുത്തുപട്ടമേൽ പിടികൂടിയിരിക്കുന്നു. ആ 3 പേർ പോലീസുകാരാണ്. മറ്റേയാൾ റാങ്വാൽ റാങ്ങും. ആരാണ് പുറത്തു വന്നിരിക്കുന്നത്? 3 പോലീസുകാരും അവർ പിടിച്ചുകൊണ്ടുവന്ന പ്രതിയായിട്ടുള്ള റാങ്വാൽ റാങ്ങും. ഒരു മേലധികാരി ആ 3 പേരുടെയും തലവൻ അയാളാണെന്ന് തോന്നി. വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാൾ അകത്തു കടന്ന് ഒരു പട്ടാള സലാം വെച്ചുകൊണ്ട് മെത്രാൻ്റെ അടുക്കിലേക്ക് ചെന്നു. പോലീസുകാരൻ അകത്തേക്ക് വന്നിട്ട് മെത്രാനെ ഒരു സല്യൂട്ട് കൊടുക്കുന്നു. അത്രയും ബഹുമാന്യതനായിരുന്നു ആര്? ആ മെത്രാൻ. മോൺസിനിയർ, അയാൾ പറഞ്ഞു. കുണ്ഠിതപ്പെട്ടു തീരും അമർന്നു കഴിഞ്ഞിട്ടുമിരുന്ന് റാങ്വാൽ റാങ് ഈ വാക്ക് കേട്ട ഉടനെ അമ്പരന്ന മട്ടിൽ തലപൊക്കി. അത്രയും നേരം തല കുമ്പിട്ടായിരുന്നു നിന്നിരുന്നത്. പെട്ടെന്ന് മോൺസിനിയർ എന്നുള്ള വിളി കേട്ടുകൊണ്ട്, പോലീസുകാരൻ വിളിക്കുന്ന ആ വിളി കേട്ടുകൊണ്ട് പയ്യെ റാങ്വാൽ റാങ് തല ഉയർത്തി നോക്കുകയാണ്. മോൺസിനിയർ, അയാൾ മന്ത്രിച്ചു. അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ലേ? മിണ്ടരുത്, പോലീസുകാരൻ കൽപ്പിച്ചു. അവിടുന്ന് മെത്രാൻ തിരുമനസ് കൊണ്ടാണ്. ഈ ഇടയ്ക്ക് തൻ്റെ വാർദ്ധക്യത്തിന് താങ്ങാനാകാവുന്നിടത്തോളം വേഗത്തിൽ മോൺസിനിയർ ബിയാങ് വെന്യു മുന്നോട്ട് വന്നു. നിങ്ങളാണ്? റാങ്വാൽ റാങ്ങിന് നേരെ നോക്കി അദ്ദേഹം കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്ന ഈ പ്രതിയുടെ അടുത്തേക്ക് വന്നിട്ട് റാങ്വാൽ റാങ് എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് ഒരു പരിചയഭാവം നടിച്ചുകൊണ്ട് തന്നെയാണ് മോൺസിനിയർ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ എന്തേ ഇത്? ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കാലുകൾ തന്നുവല്ലോ. മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടിവെള്ളിയാണ്. നിശ്ചയമായും നിങ്ങൾക്ക് അവയിൽ നിന്ന് 200 ഫ്രാങ്ക് കിട്ടും. നിങ്ങളുടെ മുള്ളുകളും കയ്യിലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ അരമനയിൽ നിന്ന് മോഷ്ടിച്ച ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ മോഷ്ടിച്ച ആ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പോലീസുകാർ വരികയാണ്. പക്ഷേ മോൺസിനിയോർ പ്രതികരിച്ചു നോക്കുക. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കാലുകൾ കൂടി തന്നല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളത് എടുക്കാതിരുന്നതെന്ന്. അതായത് മോൺസിനിയോർ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കിത് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള സാധനമാണ്. പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ഫോർക്കും അതുപോലെ മുള്ളുകളും കയ്യിലുകളും മാത്രമല്ലല്ലോ തന്നത്, മെഴുകുതിരി കാലുകളും നിങ്ങൾക്ക് തന്നതാണ്. എന്തുകൊണ്ട് അത് നിങ്ങൾ എടുത്തില്ല എന്ന് ചോദിക്കുകയാണ്. റാങ്വാൽ റാങ്ങിൻ്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി. റാങ്വാൽ റാങ് അത്ഭുതപ്പെട്ടു പോയി. ഇതേ രീതിയിൽ മോൺസിനിയർ പ്രതികരിക്കുമെന്ന് ഒരിക്കലും അയാൾ വിചാരിച്ചിരുന്നില്ല. കാരണം മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഒരു ഗിഫ്റ്റ് തന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ മെത്രാൻ പ്രതികരിച്ചത്. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവവിശേഷത്തോടു കൂടി അയാൾ ആ വന്ധ്യനായ മെത്രാനെ തുറിച്ചു നോക്കി. ആ വിശാലമായിട്ടുള്ള മനസ്സിനുടമയായിട്ടുള്ള ആ വന്ധ്യനായിട്ടുള്ള മെത്രാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റാങ്വാൽ റാങ് അത്ഭുത സ്തബ്ധനായിക്കൊണ്ട്. മോൺസിനിയർ, ആ പോലീസ് മേലാൾ പറഞ്ഞു, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് വാസ്തവമാണ്. ഞങ്ങൾ ഇയാളെ കണ്ടെത്തി. ചാടിപ്പോകുന്ന ഒരുവൻ്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത്. കഥ എന്തെന്നറിയട്ടെ എന്ന് വെച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തി. ഈ വെള്ളി സാമാനം ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഈ വെള്ളി സാമാനങ്ങളുമായിട്ട് തലേ ദിവസം രാത്രി ആരാണ് പോയത്? റാങ്വാൽ റാങ് പോവുകയാണ്. ആ സമയത്ത് പോലീസുകാരുടെ മുന്നിൽ ചെന്നുപെട്ടു. കള്ളനാണെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ പോലീസുകാരെ അയാളെ പിടിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു? മെത്രാൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് റാങ്വാൽ റാങ് പോലീസുകാരോട് പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ മോഷ്ടിച്ചതല്ല, ഇതെനിക്കൊരാൾ സമ്മാനമായിട്ട് തന്നതാണെന്ന്. ആരാണെന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഈ ഒരു മെത്രാൻ്റെ പേരാണ് പറയുന്നത്. പക്ഷെ ശരിക്കും യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അയാൾ മോഷ്ടിച്ചു കൊണ്ട് വന്നതാണ്. പക്ഷെ മെത്രാൻ അയാളെ പോലീസുകാരെ കൊണ്ട് ഒറ്റിക്കൊടുക്കണ്ട, പിടിക്കണ്ട എന്നുള്ള ചിന്തയോടുകൂടി പോലീസുകാരോട് ചെറിയൊരു കള്ളം പറയുന്നു. ആ കള്ളം എന്താണ്? ഞാൻ ഇതെല്ലാം തന്നെ ഇവന് സമ്മാനമായി കൊടുത്തതാണെന്ന്. അപ്പോൾ പോലീസുകാരൻ പിന്നെയും തുടർന്ന് പറയുകയാണ്, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞതൊക്കെ വാസ്തവമാണ്. ഞങ്ങൾ ഇയാളെ ഇന്നലെ കണ്ടെത്തിയതാണ്. ആ സമയത്ത് ചാടിപ്പോകുന്നവൻ്റെ ഒരു മട്ടിലായിരുന്നു അയാൾ പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് കഥ എന്തെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കും, മെത്രാൻ ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു പറഞ്ഞു, രാത്രി താൻ കഴിച്ചു കൂട്ടിയ ഒരു വൃദ്ധ മതാചാര്യൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ഈ സാമാനമെന്ന്. അങ്ങനെയല്ലേ? എനിക്കും കാര്യം മനസ്സിലായി. പോലീസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഇടയ്ക്ക് കയറി മെത്രാൻ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ചോദിച്ച സമയത്ത് എന്താണ്? ഞാൻ ഇന്നലെ ഒരു വൃദ്ധ മതാചാര്യൻ്റെ വീട്ടിലാണ് കിടന്നത്, അയാൾ എനിക്ക് നൽകിയ സമ്മാനമാണെന്ന്. ശരിയല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ അയാളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഒരു തെറ്റുപറ്റിപ്പോയതാണ്, നിങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയതാണ്. മനസ്സിലായോ? ശരിക്കും അയാൾ മോഷ്ടിച്ചതൊന്നുമല്ല, ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ്, ഞാൻ മനസ്സറിഞ്ഞ് തന്നെ അയാൾക്ക് കൊടുത്തതാണ്.
ഞാൻ അയാൾക്ക് മറ്റു പല കാര്യങ്ങളും കൊടുത്തിരുന്നു, പക്ഷേ അയാൾ എല്ലാം ഒന്നും എടുത്തില്ല. കുറച്ച് കയ്യിലും അതുപോലെ തന്നെ സ്പൂണും മാത്രമാണ് അയാൾ എടുത്തത്. കുറച്ചുള്ള മെഴുകുതിരിക്കാലും എല്ലാം തന്നെ അയാൾക്ക് ഞാൻ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളെ വിട്ടയക്കാം. തീർച്ചയായും മെത്രാൻ മറുപടി പറഞ്ഞു. അപ്പോൾ പോലീസുകാർക്ക് ബോധ്യമായി ഇയാൾ കള്ളനല്ല എന്നുള്ളൊരിത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇയാളെ വിട്ടയച്ചോട്ടെ. അപ്പം മെത്രാൻ പറഞ്ഞു, തീർച്ചയായും വിട്ടയക്കാം, കാരണം ഇയാൾ കള്ളനൊന്നുമല്ല, ഞാൻ കൊടുത്ത സമ്മാനമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അയാൾ വന്നു പെട്ടത്. പോലീസുകാർ റാങ്ക് വാൽ റാങ്കിനെ വിട്ടു. അയാൾ ഒന്ന് മാറി നിന്നു. എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ? ഏതാണ്ട് പുറത്തേക്ക് കേൾക്കാത്ത ഒരൊച്ചയിൽ ഉറക്കത്തിനിടയിൽ സംസാരിക്കുന്ന വിധം അയാൾ പറഞ്ഞു. അയാൾ ഇങ്ങനെ മനസ്സിൽ പറയുകയാണോ, അയ്യോ എന്നെ പോലീസുകാരെന്താണ് വിടാൻ പോവുകയാണോ, എന്നെ അവർ ജയിലിലാക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിൽ അയാളിങ്ങനെ പയ്യെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആശ്വാസമാണ് കേട്ടോ ശരിക്കും. അതെ, നിന്നെ വിട്ടിരിക്കുന്നു, നിനക്ക് മനസ്സിലായില്ലേ? പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. സ്നേഹിത, മെത്രാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുകുതിരി കാലുകൾ എടുക്കാം. അതായത് പോലീസുകാർ പറയാണ്, നിന്നെ എന്താണെങ്കിലും ഞങ്ങൾ വിട്ടു, കാരണം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ റാങ്ക് വാൽ റാങ്കിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആശ്വാസമാണ്. ആ സമയത്ത് മെത്രാൻ വീണ്ടും റാങ്ക് വാലിനെ വിളിക്കുകയാണ്. സ്നേഹിത, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ മെഴുകുതിരി കാലുകൾ കൂടി എടുക്കൂ, അതുകൂടി ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു. അദ്ദേഹം അടുപ്പു തിണ്ണയുടെ അടുക്കലേക്ക് പോയി ആ 2 വെള്ളി വിളക്കുകാലുകൾ എടുത്ത് റാങ്ക് വാൽ റാങ്കിന് കൊണ്ടുവന്നു കൊടുത്തു. ഒരു ഭാവഭേദം കൂടാതെ, മെത്രാനെ ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ ആ 2 സ്ത്രീകളും അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് 2 പേരെ അവിടെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ്? സഹോദരിയും അതുപോലെ തന്നെ പരിചാരികയായിട്ടുള്ള മെദാം മാഗ്ലൂറും. ഇതൊന്നും അവരെ ബാധിക്കുന്ന രീതിയിലല്ല അവർ നിന്നത്. മെത്രാന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള രീതിയിൽ മിണ്ടാതുരിയാടാതെയാണ് അവർ 2 പേരും അവിടെ നിന്നത്. റാങ്ക് വാൽ റാങ്കിൻ്റെ ഓരോ ഭാഗവും കിടന്നു വിറച്ചിരുന്നു. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ 2 മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി. മെത്രാൻ വേഗം പോയി 2 മെഴുകുതിരി കാലുകൾ എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? റാങ്ക് വാൽ റാങ്കിന് സമ്മാനമായി കൊടുക്കുകയാണ്. കൈകളാകെ വിറച്ചുകൊണ്ട്, ഉള്ളിൽ പാപഭാരം നിറഞ്ഞുകൊണ്ട് റാങ്ക് വാൽ റാങ്ക് അത് 2ഉം ഏറ്റുവാങ്ങി. ഇനി മെത്രാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സമാധാനത്തോടു കൂടി പോവുക. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. നേരത്തെ അയാൾ മതിൽ ചാടിക്കൊണ്ട് തോട്ടത്തിലൂടെയാണ് കടന്നു വന്നത്, ഒരു കള്ളനെ പോലെ. അപ്പം മെത്രാൻ പറയാണ്, ഇനി ഒരിക്കലും നിങ്ങളെ മതിൽ ചാടി വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഗേറ്റ്, വാതിൽ എപ്പോഴും തുറന്നു കിടക്കും. നിങ്ങൾക്ക് മുൻവശത്തു കൂടി തന്നെ വരാം. രാത്രിയും പകലും ഒരു നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല. രാത്രി ചിലപ്പോൾ നീക്കിയിടും, പക്ഷെ അതൊരിക്കലും പൂട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആ വഴി തന്നെ മുന്നോട്ട് വരാം. എന്നിട്ട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം. പോലീസുകാർ പോയി. റാങ്ക് വാൽ റാങ്ക് മോഹാലസ്യപ്പെടാൻ പോകുന്ന ഒരാളെ പോലെ കാണപ്പെട്ടു. ഇത്രയും മെത്രാനോട് പറഞ്ഞതിന് ശേഷം, മെത്രാൻ റാങ്ക് വാൽ റാങ്കിനോട് പറഞ്ഞതിന് ശേഷം പോലീസുകാരോടായിട്ട് പറയുന്നു, നിങ്ങൾക്കിനി പോകാം, കാര്യങ്ങളെല്ലാം സോൾവായി, നിങ്ങൾക്കിനി സന്തോഷപൂർവ്വം പോകാം എന്നുള്ള രീതി തന്നെയാണ് മെത്രാൻ അഭിപ്രായപ്പെട്ടത്. പോലീസുകാർ പോയതിന് ശേഷം റാങ്ക് വാൽ റാങ്ക് ആകെ തല കറങ്ങുന്നത് പോലെ, ഒരു മോഹാലസ്യപ്പെട്ട് വീഴാനെന്ന പോലെ അവിടെ നിൽക്കുകയാണ്. കാരണം അയാളുടെ ഉള്ളിൽ കുറ്റബോധമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്നാണല്ലോ താൻ ഇതെല്ലാം മോഷ്ടിച്ചെന്നുള്ള പാപഭാരം അയാളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. മെത്രാൻ അയാളുടെ അടുക്കലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. അതിനുശേഷം മെത്രാൻ പയ്യെ റാങ്ക് വാൽ റാങ്കിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്. വളരെ താഴ്ന്ന സ്വരത്തിൽ സൗമ്യതയോടുകൂടി ചെറുചിരി സമ്മാനിച്ചുകൊണ്ടാണ് പറയുന്നത്, ഒരു സത്യവാനായിരിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരു കള്ളം ചെയ്യാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. ഈ ഒരു സംഭവത്തിന് ശേഷം ഇതൊരു പാഠമാണ് നിങ്ങൾക്ക്. ഇനി ഒരിക്കലും താങ്കൾ മോഷ്ടിക്കരുത്, ഇനി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യരുത്. അങ്ങനെയുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ ഇവിടെ വച്ചെടുക്കണം. അതൊരിക്കലും മറന്നു പോകരുത്. ജീവിതത്തിൽ മുഴുവൻ ഒരു സത്യസന്ധനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഈ സന്ദർഭം താങ്കൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് അവസാനിപ്പിക്കുന്നത്? മെത്രാൻ അവസാനിപ്പിക്കുന്നത്. ആ പാഠഭാഗം ഇതുവരെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ രീതിയിലും മെത്രാൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പാഠമാണ്, അല്ലേ? വിശാലമായിട്ടുള്ള മനസ്സിൽ ആർക്കും മാപ്പ് നൽകാനുള്ള അത്രയും നല്ല മനസ്സുള്ള ഒരു ഉടമയാണ് മെത്രാൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇവിടെ റാങ്ക് വാൽ റാങ് എന്ന് പറഞ്ഞ വ്യക്തിയെ വേണമെങ്കിൽ പോലീസിനെ കൊണ്ട് അയാൾക്ക് പിടിപ്പിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാകുമായിരുന്നു. ഒരിക്കൽ പോലും ഇനി അയാൾക്ക് ജയിൽ മോചിതരാവാൻ കഴിയുന്നൊരവസ്ഥ പോലും വരില്ലായിരുന്നു. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരവും വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരവുമാണ് മെത്രാനായിട്ടുള്ള മോൺസിനിയർ നൽകിയത്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. വലിയൊരു നോവലാണ്, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഥാപാത്രങ്ങളുടെ പേരുകൾ മറക്കരുത്. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് റാങ് വാൽ റാങ്, അതുപോലെ തന്നെ മെത്രാൻ്റെ പേര് മോൺസിനിയർ. പിന്നീട് ഒരു പരിചാരികയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. മോൺസിനിയറിൻ്റെ പരിചാരിക പേര് മദാം മാഗ്ലുവർ. പിന്നെ മോൺസിനിയറിൻ്റെ മെത്രാൻ്റെ സഹോദരിയും ഇവിടെ കഥാപാത്രമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ആൻസർ പ്രധാനമായിട്ട് 2 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ കയറുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിലലച്ചു. റാങ് വാൽ റാങ്ങിൻ്റെ മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കാൻ ഈ വരികൾക്ക് എത്രമാത്രം കഴിയുന്നു? ഈസിയാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. റാങ് വാൽ റാങ്ങിൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാം അല്ലേ? അത്രയും പേടിയോടുകൂടിയാണ്, ഭീതിയോടുകൂടിയാണ് അയാൾ ഈ കള്ളത്തരം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതണം അല്ലേ? എന്താണ് ഇൻട്രൊഡക്ഷൻ എഴുതുക? ഏതൊരു ക്വസ്റ്റ്യൻ ആൻസറും വരുമ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ആമുഖം കൊടുക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. നല്ലൊരു ആമുഖം കൊടുത്തതിന് ശേഷം മാത്രം ആശയത്തിലേക്ക് കടക്കുക. ഇവിടെ എഴുതേണ്ടത് ഫ്രഞ്ച് നോവലിസ്റ്റ് ആയിട്ടല്ലേ, പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസിൻ്റെ മലയാള പരിഭാഷയാണിത്. ഈ മലയാള പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. 1925 മാതൃഭൂമിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഒരു കുറ്റവാളിയുടെ ജീവിത സമരത്തെയും മാനസാന്തരത്തെയും ചൂണ്ടിക്കാണിക്കുന്ന കൃതിയാണിത്. അതിനുശേഷം ആൻസറിലേക്ക് കിടക്കുക. മെത്രാനാണെങ്കിൽ റാങ് വാൽ റാങ്ങിന് നല്ല രീതിയിൽ ഭക്ഷണവും അതുപോലെ ഉറങ്ങാനുള്ള സൗകര്യം എല്ലാം തന്നെ ചെയ്തു കൊടുത്തു. പക്ഷേ അയാൾക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനെ പൈശാചികമായിട്ടുള്ള ചിന്തയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. കാരണം അയാളുടെ ഉള്ളിൽ ഒരു കുറ്റവാളി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. 19 വർഷമാണ് അയാൾ ജയിലിൽ കിടന്നത്. അതിനുശേഷം വെള്ളി സാമാനങ്ങൾ എങ്ങനെ കൈക്കലാക്കണം എന്നുള്ള ചിന്തയായിരുന്നു റാങ് വാൽ റാങ്ങിൻ്റെ മനസ്സിനെ മതിച്ചിരുന്നത്. ഉറങ്ങിക്കിടന്ന മെത്രാനും മറ്റുള്ളവരും അറിയാതെ അയാൾ വാതിൽ പയ്യെ തുറക്കുകയാണ്. മെല്ലെ തള്ളി തുറന്ന് ചുമർകൂട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്ന വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കാൻ അയാൾ ശ്രമിക്കുന്നു. 1-2 തവണ ശ്രമിച്ചെങ്കിലും വാതിലിന് നേരിയ വിടവ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ശക്തിയോടുകൂടി അയാൾ ഒന്നുകൂടി വാതിൽ തള്ളുകയാണ്. അപ്പോൾ വാതിലിൻ്റെ ആ ഒരു കുറ്റിയിൽ എണ്ണ മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തിരുകുറ്റിയിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം പോലെ ഇങ്ങനെ വരികയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ആ ശബ്ദം ഇങ്ങനെ അവിടെ ആകെ പ്രതിധ്വനിച്ചു നിൽക്കുന്നു. ആ ശബ്ദം റാങ് വാൽ റാങ്ങിന് വല്ലാത്തൊരു ഭയവും പരിഭ്രമവും അങ്കലാപ്പും ഉണ്ടാവുകയാണ്. കാരണം ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തീർന്നു എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ അയാൾക്കുണ്ടായിരുന്നു. പല കുറ്റങ്ങൾക്കായിട്ട് 19 വർഷമാണ് അയാൾ ജയിലിൽ കിടന്നത്. ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും താൻ പുറം ലോകം കാണില്ല എന്നുള്ള വ്യക്തമായുള്ള ധാരണ റാങ് വാൽ റാങ്ങിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയും ലോകാരാധനയായ മെത്രാൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ തനിക്ക് തീരെ രക്ഷയുണ്ടാവില്ലെന്നും മരണം വരെ ജയിൽവാസം ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷേ മരണശിക്ഷ വരെ തനിക്ക് കിട്ടിയേക്കാമെന്നുള്ളൊരു പേടിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാതിലിൻ്റെ കരയുന്ന ശബ്ദം മരണശേഷമുള്ള വിചാരണ വേളയിലെ കാഹള ശബ്ദമായിട്ട് അയാൾക്ക് തോന്നിയത്. അത്രയും ഭയം നിറഞ്ഞൊരു മാനസികാവസ്ഥയായിരുന്നു റാങ് വാൽ റാങ്ങിനുണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഈ വരികൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയാളുടെ മനസ്സിൽ ആ കുറ്റബോധവും പേടിയും തൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ചിന്തയും താൻ ജയിലിൽ പോയി തന്നെ ചിലപ്പോൾ അവർ തൂക്കിലേറ്റും എന്നുള്ളൊരു ചിന്തയെല്ലാം തന്നെയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു പേടി. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്ക് എടുക്കുമ്പോഴത്തെ കയറുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ അയാൾക്ക് ആ തിരികൊറ്റിയുടെ ഒച്ച അനുഭവപ്പെട്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടേതായിരുന്നുവോ? മദാം മാഗ്ലർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത് പാവങ്ങളുടെയാണ്. ആ വന്ന മനുഷ്യൻ ആരായിരുന്നോ? കാഴ്ചയിൽ തന്നെ ഒരു പാവം. വെള്ളി സാമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴുള്ള മെത്രാൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണിത്. ഇതിലൂടെ തെളിയുന്ന മെത്രാൻ്റെ മാനസിക വ്യാപാര കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പം മുകളിൽ പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക. അതിനുശേഷം ആൻസറിലേക്ക് കിടക്കുക. വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വൃദ്ധ, അതായത് മദാം മാഗ്ലർ, ഭയങ്കര പരിഭ്രമത്തോടു കൂടിയാണ് മെത്രാനോട് വിളിച്ചു പറയുന്നത്. പക്ഷേ മെത്രാൻ ആ കുറ്റപ്പെടുത്തലുകളും പരിഭ്രമവും ബാധിച്ചതുപോലുമില്ല. അദ്ദേഹത്തിന് അത് വലിയൊരു സീരിയസ്നെസ് ഒന്നും അദ്ദേഹം കൊടുത്തില്ല.
നിസ്വാർത്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താൽക്കാലിക മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിഷ്കളങ്കനായിട്ടുള്ള ആ മനുഷ്യൻ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു മനസ്സോടു കൂടിയാണ് പെരുമാറിയത്. അയാളെ സംബന്ധിച്ച് ഇതൊന്നും തൻ്റെ അല്ല, അതുകൊണ്ട് തന്നെ തനിക്കിത് ആവശ്യമില്ല, അർഹതപ്പെട്ടവൻ എടുത്തോട്ടെ എന്നുള്ളൊരു മനസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഇവിടെ മെത്രാൻ. പ്രകൃതിയിലെ ഭൗതികമായ പ്രാപഞ്ചിക ജീവികളായുള്ള എല്ലാവർക്കുമായി അനുഭവിക്കാനുള്ളതാണ്, അത് ആരുടെയും സ്വന്തവുമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നിസ്സംഗമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹം പറയുന്നത്. എല്ലാവരും സ്വാർത്ഥമായിട്ടുള്ള ലോകത്തിൽ ഞാൻ എനിക്ക് എന്നുള്ള ചിന്തയോടുകൂടി പണവും മറ്റുള്ള സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന, അതിന് വിപരീതമായിട്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ മെത്രാൻ. അയാളെ സംബന്ധിച്ച് എല്ലാവർക്കും കൂടിയുള്ളതാണ് ഈ ലോകം, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നതെല്ലാം തന്നെ എന്നുള്ള ചിന്തയാണ്. ജീവിക്കാൻ ആവശ്യമുള്ളത് തനിക്കുണ്ട്, അതിലുൾ കവിഞ്ഞതുള്ളതെല്ലാം തന്നെ ആഡംബരമായിട്ട് കാണുന്ന വിശാലമായിട്ടുള്ള മനസ്സിനുടമയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ ഒരു കഥാപാത്രത്തെ നമുക്കൊരു പാഠഭാഗമായിട്ട് തന്നെ മാറ്റിവെക്കാനായിട്ട് കഴിയും. ഒരു കുറ്റവാളിയായിട്ടുള്ള റാങ്കിൻ്റെയും കുറ്റം ചെയ്തിട്ട് പോലും അവനെ ഒറ്റിക്കൊടുക്കാതെ അവന് ജീവിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്യുന്ന വിശാലമായ മനസ്സിനുടമയുമായിട്ടുള്ള നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടുള്ള മെത്രാൻ്റെയും ജീവിതമാണ് ഇവിടെ പാവങ്ങൾ. പാഠഭാഗം വളരെ ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയുള്ള അടുത്ത ക്ലാസ്സിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. പിന്നെ എക്സാം പോയിന്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ചോദ്യങ്ങളും മുൻ ചോദ്യങ്ങളും കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ആശയങ്ങളെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.